പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചുമാറ്റിയ വിനോദിനിയുടെ കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് സർക്കാർ പാലിക്കണമെന്ന് അമ്മ പ്രസീത. ചികിത്സാ വിദ്യാഭ്യാസ ചെലവുകൾ മുഴുവനായി ഏറ്റെടുക്കണം. മകൾക്ക് ഭാവിയിൽ സർക്കാർ ജോലി ലഭ്യമാക്കണമെന്നും പ്രസീത ആവശ്യപ്പെട്ടു. കൃത്രിമ കൈ ഘടിപ്പിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് 4ാം ക്ലാസ്സുകാരിയായ വിനോദിനി സ്കൂളിൽ പോയി തുടങ്ങിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വലതു കൈ നഷ്ടമായ വിനോദിനിയുടെ ചികിത്സാ ചെലവും വിദ്യാഭ്യാസ ചെലവും സർക്കാർ വഹിക്കണമെന്നും കൈ നഷ്ടപ്പെട്ടത് വിനോദിനിക്ക് ഭാവിയിൽ ജോലി കിട്ടുന്നതിന് തടസ്സമാകരുതെന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് കോടതി ഉത്തരവ് സർക്കാർ പാലിക്കണമെന്ന് വിനോദിനിയുടെ അമ്മ പ്രസീത ആവശ്യപ്പെട്ടത്. ചികിത്സാ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കുന്നതിനപ്പുറം കുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ സർക്കാർ ജോലി നൽകാൻ തയ്യാറാവണമെന്നും എത്രയും വേഗം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സർക്കാർ തങ്ങളെ മറക്കുമെന്നും പ്രസീത പറഞ്ഞു. ഞങ്ങൾക്ക് സാമ്പത്തികമായി സഹായം വേണം, പിന്നെ പോരാത്തതിന് ഒരു ജോലി ഇവൾക്ക് എന്തായാലും ഇവളുടെ 18 വയസ്സ് കഴിഞ്ഞാൽ ഇവൾക്ക് ഒരു ജോലി വേണം നമുക്ക്. അപ്പോൾ അതാണ് നമുക്ക് സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റില്ല, വാക്കുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, നമുക്ക് ശരിയാക്കി തരണം. കുട്ടിക്ക് വേണ്ടത് എന്തായാലും കിട്ടുക തന്നെ വേണം. കാരണം എന്താ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ സർക്കാർ മറക്കും. അതാണ് നമുക്ക് അതെന്താണ് പറഞ്ഞാൽ നമുക്ക് അതിനൊപ്പം നമുക്ക് കിട്ടുക തന്നെ വേണം. ഇത് പറഞ്ഞതും നമുക്ക് കിട്ടണം എന്തായാലും. സർക്കാർ ആശുപത്രിയുടെ പിഴവാണ് കുട്ടിയുടെ കൈ നഷ്ടമാകാൻ കാരണം. കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. കൃത്രിമ കൈ നൽകാമെന്ന വാഗ്ദാനം ആരോഗ്യമന്ത്രിയും നിറവേറ്റണമെന്നും പ്രസീത ആവശ്യപ്പെട്ടു. 5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് 4ാം ക്ലാസ്സുകാരിയായ വിനോദിനി സ്കൂളിലേക്ക് പോയി തുടങ്ങിയത്. ജനം, പാലക്കാട്.